സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്നുണ്ടോ? ആരോഗ്യത്തോടെ ആയിരിക്കുന്നുണ്ടോ? ഭൗതികമായ നന്മകളുണ്ടോ? കുടുംബത്തിൽ സന്തോഷമുണ്ടോ? ജോലി വിഷയത്തിൽ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചിലർക്ക് ഭവനത്തിൽ സുഖമാണെങ്കിൽ ഓഫീസിൽ സുഖം കാണില്ല. ഓഫീസിൽ സുഖമുള്ളവർക്ക് ഭവനത്തിൽ പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് രാവിലെ നല്ലതാണെങ്കിൽ വൈകുന്നേരം നല്ലതായിരിക്കില്ല. ചിലർക്ക് വൈകുന്നേരം നല്ലതാണെങ്കിൽ രാവിലെ നല്ലതായിരിക്കില്ല. അനേകം ആളുകളും ഓരോ തരത്തിലുള്ള പോരാട്ടങ്ങളാൽ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം നേടണമെങ്കിൽ, എല്ലാ വിഷയവും നമുക്ക് നേരിടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഏതു സാഹചര്യത്തിലും സമാധാനത്തോടെ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മെക്കൊണ്ട് കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ആശ്രയിക്കുമ്പോൾ ഏതു സാഹചര്യത്തിന് നടുവിലും സമാധാനത്തോടെ ആയിരിക്കുവാൻ കഴിയും. ഏതു വിഷയത്തെയും നേരിടുവാൻ കഴിയും. അവിടെ നിലനിൽക്കാൻ കഴിയും. അത് വഹിക്കുവാൻ കഴിയും. സമാധാനത്തോടെ മുൻപോട്ട് പോകുവാനും കഴിയും. അപ്പോൾ ഈ ദിവസം ദൈവത്തിന്റെ വചനത്തിൽ കൂടി അവന്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, വചനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കൂ. എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നു ആകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ രണ്ടാമത്തെ കൽപ്പന. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യൻ ലോകത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, സംതൃപ്തിയോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അനേകരും ചോദിക്കാറുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നു. കൂടുതൽ പണം സമ്പാദിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. നല്ല കുടുംബവും വീടുമൊക്കെ ഉണ്ടെങ്കിൽ സമാധാനത്തോടെ ആയിരിക്കാൻ കഴിയും. വലിയ അധികാരമൊക്കെ ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ പണമുള്ളവർക്ക് എത്രയോ കഷ്ടങ്ങളുണ്ടെന്നറിയാമോ? അധികാരമുള്ള ആളുകൾക്ക് എത്രമാത്രം ഉത്തരവാദിത്തങ്ങളുണ്ടെന്നറിയാമോ? മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല പ്രധാനം. മനുഷ്യൻ സ്നേഹമുള്ളവനായിരിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. തന്റെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയും. ബൈബിളിൽ 10 കൽപ്പനകളുണ്ട്. ദൈവം തന്നെ തന്ന കൽപ്പനകളാണ്. ആ കൽപ്പനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തിൽ നിയമങ്ങൾ രൂപകൽപ്പന ചെയ്തത്. നിയമങ്ങളുണ്ടെങ്കിലും സമാധാനമുണ്ടോ? നിയമങ്ങളുണ്ടെങ്കിലും ന്യായം നടക്കുന്നുണ്ടോ? നിയമങ്ങളുണ്ടെങ്കിലും മനുഷ്യന് സമാധാനം ലഭിക്കുന്നുണ്ടോ? നിയമത്തെ തെറ്റായി ഉപയോഗിക്കുന്നവരും അതുപോലെ വ്യാജത്തെ യഥാർത്ഥമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുമാണ് ഇന്ന് അനേകം ആളുകളും. ഒരു ദിവസം പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ഈ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നിന്റെ ദൈവത്തെ സ്നേഹിക്കുക എന്ന്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതു നീ അനുസരിച്ചാൽ മറ്റൊരു നിയമവും ഇപ്പോൾ ആവശ്യമില്ല. എന്താണ് സ്നേഹം? സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ശരിയാകും. സ്നേഹമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടാകും. സ്നേഹമുണ്ടെങ്കിൽ ആനന്ദമുണ്ടാകും. സ്നേഹമുണ്ടെങ്കിൽ സമാധാനമുണ്ടാകും. കാരണം സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. മനുഷ്യന് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് കുറ്റകൃത്യങ്ങൾ ദിവസം തോറും പെരുകുന്നത്. ഒരാൾ മറ്റൊരാളെ വെറുക്കുന്നത്, ഒരാൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നത്, പരസ്പരം കുറ്റം വിധിക്കുന്നത്, ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു. എത്ര ദാരുണമായ സ്ഥിതിയിലേക്ക് മനുഷ്യൻ വീണുപോയെന്നറിയാമോ? സ്നേഹം അനേകമായ ദോഷങ്ങളെ മറയ്ക്കുന്നത് കൊണ്ട് യഥാർത്ഥമായ സ്നേഹത്തോടെ ആയിരിക്കുകയെന്ന് വേദപുസ്തകം പറയുന്നു. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന്. യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചു. എങ്ങനെയാണ് സ്നേഹിച്ചത്? പ്രാണൻ നൽകിയാണ് അവൻ സ്നേഹിച്ചത്. തന്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി അവൻ ഒഴുക്കി. തന്റെ സ്വർഗീയ മഹിമകളെല്ലാം നമുക്ക് വേണ്ടി അവൻ വെടിഞ്ഞു. തന്റെ മഹിമകളെ നമുക്ക് വേണ്ടി വെടിഞ്ഞിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
നമുക്ക് വേണ്ടി യാഗമായി. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന്. ഈ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്തത് സ്നേഹമാണ്. സകലതുമുണ്ട്. വസ്തുവകകളുണ്ട്, നല്ല പണമുണ്ട്, നല്ല ജോലിയുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങൾ എല്ലാമുണ്ട്. എന്നാൽ സമാധാനമില്ല. കാരണം ആ വീട്ടിൽ സ്നേഹമില്ല. ഈ കാലത്ത് എത്ര ഭാര്യാഭർത്താക്കന്മാർ യഥാർത്ഥത്തിൽ വിശ്വസ്തയോടെ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്? സ്നേഹിച്ച് വിവാഹം കഴിച്ച ആളുകൾ പോലും ഭിന്ന അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അവസാനം വിവാഹമോചനം നടത്തുന്നുണ്ട്. സ്നേഹം എല്ലാത്തിനെയും സഹിക്കുന്നു. ഈ ദിവസം യഥാർത്ഥമായ സ്നേഹം ആ കാൽവരി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയും. നാം സ്നേഹമുള്ളവരായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വിവാഹിതനായ നീ നിന്റെ ഭാര്യയെ നിന്റെ സ്വന്തം ശരീരത്തെപ്പോലെ സ്നേഹിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിങ്ങൾ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കൂ എന്ന് കർത്താവ് പറയുന്നു. നമ്മൾ നമ്മുടെ അയൽക്കാരെ സ്നേഹിച്ചാൽ അവർക്ക് നാം ദോഷം ചെയ്യുകയില്ലല്ലോ. നോക്കൂ, 10 കൽപ്പനകളും സ്നേഹത്തിൽ സമ്പൂർണ്ണമായി മാറുന്നു. ഒരാളെ നാം യഥാർത്ഥത്തിൽ സ്നേഹിച്ചാൽ അവർക്ക് ദോഷം ചെയ്യില്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിച്ചാൽ അവർക്കെതിരെ ഇടപെടില്ലല്ലോ. ഒരാളെ നാം യഥാർത്ഥത്തിൽ സ്നേഹിച്ചാൽ അവർക്ക് ദോഷമായി ഒന്നും തന്നെ ചെയ്യുകയില്ലല്ലോ. അതുകൊണ്ടാണ് സ്നേഹത്തോടെ ആയിരിക്കുകയാണെങ്കിൽ നാം ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുകയാണ്. അപ്പോൾ സമാധാനമുള്ളവരായിട്ട് ജീവിക്കുവാൻ കഴിയും. നിങ്ങൾക്കൊരു വിഷയം അറിയാമോ? മനുഷ്യർ ആയിരിക്കുന്ന നമ്മെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ആദിയിൽ ആദാമിനെ സൃഷ്ടിച്ച സമയത്ത് തക്കതായ തുണയായിരിക്കേണ്ടതിന് ഹൗവയെ ദൈവം സൃഷ്ടിച്ചു. ആദാമിന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്തിട്ടാണ് ഹൗവയെ ദൈവം സൃഷ്ടിച്ചത്. അതായത് ഹൗവ ആദാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുന്നു. അതുപോലെ മനുഷ്യകുലം മുഴുവനും അവരുടെ ഭാഷകളും വംശവും കുലവുമൊക്കെ വ്യത്യസ്തം ആയിരിക്കുന്നുവെങ്കിലും ദൈവം അവരെ ഒരുപോലെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് അവർ ഒന്നാണ്. ഭാഷകൾ വേറെയാണെങ്കിലും, ദേശങ്ങൾ വേറെയാണെങ്കിലും, ആചാരങ്ങൾ വേറെയാണെങ്കിലും, മതങ്ങൾ വേറെയാണെങ്കിലും നമ്മുടെ രക്തമെല്ലാം ഒരുപോലെയല്ലേ? ഒരു മനുഷ്യന് സർജറി ആവശ്യമായി വരുമ്പോൾ മറ്റൊരു മനുഷ്യന്റെ രക്തമാണല്ലോ ആവശ്യപ്പെടുന്നത്, അല്ലാതെ കുരങ്ങന്റെ അല്ലല്ലോ. മനുഷ്യന്റെ രക്തത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്, എന്നാൽ മനുഷ്യന്റെ രക്തത്തിൽ പ്രാണനുണ്ട്. നിങ്ങൾക്കറിയാമോ? മനുഷ്യന്റെ ശരീരത്തിൽ 120 ട്രില്യൺസ് സെൽസ് ഉണ്ട്. 120 ട്രില്യൺസ് കോശങ്ങളുണ്ട്. എണ്ണുവാൻ കഴിയാത്ത വണ്ണമുള്ള കോശങ്ങളുണ്ട്. ആരെങ്കിലും ആ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മനുഷ്യന്റെ ശരീരത്തിൽ നാട്യമാടുന്നത് കാണാം, സന്തോഷിക്കുന്നത് കാണാം, സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നത് കാണാം, ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നത് കാണാം, പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുന്നത് കാണാം. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാണോ നീ സന്തോഷത്തോടെ ആയിരിക്കുന്നത്, നിന്റെ ശരീരത്തിലെ കോശങ്ങൾ അപ്പോൾ തുള്ളിച്ചാടുവാനിടയാകും. നീ അപ്പോൾ ആരോഗ്യത്തോടെ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നീ സന്തോഷത്തോടെ ആയിരിക്കും. എന്നാൽ നീ ആരോടെങ്കിലും കോപിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിലുള്ള ആ കോശങ്ങളെല്ലാം ദുഃഖിക്കുവാൻ ഇടയാകും, കരയുവാനിടയാകും. കാരണം നിന്റെ ശരീരത്തിലുള്ള കോശങ്ങളും അവന്റെ ശരീരത്തിലുള്ള കോശങ്ങളും ഒരേ രീതിയിൽ ഉള്ളതാണ്, ഒരേ ദൈവം സൃഷ്ടിച്ചതാണ്. നിന്റെ ശരീരത്തിലുള്ള സെൽസ് എല്ലാം ഉല്ലസിക്കുകയാണെങ്കിൽ നിന്റെ എതിരെയുള്ള ആളിന്റെ ശരീരത്തിലെ സെൽസും ഉല്ലസിക്കും. നിന്റെ ശരീരത്തിലെ സെല്ല് ഉല്ലസിക്കാനിടയാകും. ഒരുപക്ഷെ നീ മറ്റുള്ള ഏതെങ്കിലും വ്യക്തിയോട് കോപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് അസൂയപ്പെടുകയാണെങ്കിൽ, നിന്റെ ശരീരത്തിലുള്ളതായ സെൽസ് അതേപോലെയുള്ള മറ്റൊരു സെല്ലിനെ അപമാനിച്ചത് കൊണ്ട് അതിന്റെ തീവ്രതയിൽ അത് പരസ്പരം സെല്ലുകൾ തമ്മിൽ കലഹിക്കുമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? നീ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുവാൻ പ്രവർത്തിക്കുന്നു, എന്നാൽ നിന്റെ ശരീരത്തിൽ കോപമുണ്ടാകുമ്പോൾ നിന്റെ ശരീരത്തിൽ നാട്യമാടിക്കൊണ്ട് നൃത്തം ചെയ്യുന്ന സെൽസുകൾ എല്ലാം പരസ്പരം പോരാടുന്നത് കൊണ്ട് നിനക്ക് അനാരോഗ്യമുണ്ടാകുന്നു. ഒരു കാലത്ത് ഇത്രമാത്രം അസുഖങ്ങളില്ലായിരുന്നു. മനുഷ്യൻ ആരോഗ്യത്തോടെയാണ് ജീവിച്ചത്. ഇത്രയും സുഖങ്ങളോ അതുപോലെ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാം തൽക്ഷണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വെപ്രാളപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ധൃതി കൂട്ടുമ്പോൾ നിന്റെ കോശങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകും. നീ ആകുലപ്പെടുമ്പോൾ നിന്റെ കോശങ്ങൾ ദുഃഖിക്കും. നീ കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന സമയത്ത് നിന്റെ കോശങ്ങൾ ഞെരുങ്ങും. നീ മറ്റുള്ളവരോട് വെറുപ്പോടുകൂടി സംസാരിക്കുമ്പോൾ നിന്റെ അന്തരംഗത്തിലുള്ളതായ കോശങ്ങൾ
നീ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ കൊണ്ട് നിന്റെ ശരീരത്തിലുള്ള ആ കോശങ്ങൾ ഒരു കോശം മറ്റൊരു കോശത്തോട് പോരാടാനിടയാകും. അതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷനും, അതുകൊണ്ടാണ് ബ്ലഡ് പ്രഷറും, അങ്ങനെയുള്ള പലവിധ അനാരോഗ്യങ്ങൾക്ക് നാം ഇരയായിത്തീരുന്നത്. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? നിന്റെ ശരീരം ആരോഗ്യത്തോടെ ആയിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കൂ, മറ്റുള്ളവരോട് ക്ഷമിക്കൂ. നിന്നോട് മറ്റുള്ളവർ ക്ഷമിക്കുന്നത് പോലെ നീയും ക്ഷമിക്കുക. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക. നീ അവരെ സ്നേഹിക്കുമ്പോൾ നിന്റെ ശരീരത്ത് ആരോഗ്യം നിലനിൽക്കുവാനിടയാകും. അതെ, ഇന്ന് എത്രയോ ആളുകൾ ദേഷ്യത്തിനും വെറുപ്പിനും ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ട് ജീവിതത്തിൽ അനാരോഗ്യം വരുത്തിവെക്കുന്നവരുണ്ട്. ഒരു കാലത്ത് ക്യാൻസർ ഇല്ലായിരുന്നു. ഒരു കാലത്ത് ഇത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്നതായ ആളുകൾ ഇല്ലായിരുന്നു. BP എന്നും ഷുഗറുമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് അനേകം ആളുകൾ അനാരോഗ്യത്തിന് ഇടയാകുന്നതിൻ്റെ കാരണം നീ തന്നെ നിന്റെ ശരീരത്തിന് ഹാനി ചെയ്യുകയാണ്. നാം കോപിക്കുന്ന സമയത്ത് നിന്റെ രക്തം തിളയ്ക്കുവാനിടയാകും. അതെ, ആങ്കർ ഈസ് ഡേഞ്ചർ എന്നാണ് പറയുന്നത്. അതെ, അതിൽ ഡി കൂട്ടി വായിച്ചാൽ ഡേഞ്ചർ എന്നാകും. ഈ ദിവസം ഈ കോപത്തിന് ഇടം കൊടുക്കുന്ന ആളുകൾ അനേക രീതിയിലുള്ളതായ അസുഖങ്ങൾക്ക് ഇരയായി മാറുകയാണ്. സ്ട്രോക്ക് ഉണ്ടാകുന്നതിന്, പക്ഷപാതം ഉണ്ടാകുന്നതിന്, ആ ഭാരമുണ്ടാകുന്ന സമയത്ത് എന്തെല്ലാമോ സംസാരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ബ്ലഡ് ബ്ലോക്ക് ആകുകയും ശരീരത്തിന്റെ ഞരമ്പുകൾ പൊട്ടുകയും ചെയ്യുന്നു. അതേ, നീ അനാവശ്യമായ സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ നിനക്ക് ഹൃദയവേദന ഉണ്ടാകും. നിന്റെ ആഹാരത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ നിനക്ക് രോഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആരോഗ്യത്തോടെ ആയിരിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ, സമാധാനത്തോടെ ആയിരിക്കണമെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചതായ ദൈവത്തെ സ്നേഹിക്കൂ. നിങ്ങളുടെ അയൽക്കാരെ, അതായത് ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെയും നമ്മുടെ അയൽക്കാരെയും സ്നേഹിച്ചാൽ ആ സമയത്ത് നമുക്ക് ആരോഗ്യമുണ്ടാകും. എന്താണ് പറയുന്നത്? സ്നേഹത്തെ ജനിപ്പിക്കുന്നു എന്നാണ്. നീ ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ ആ വ്യക്തി നിന്നെയും സ്നേഹിക്കും. നീ ഒരു വ്യക്തിയെ ദ്വേഷിച്ചാൽ ആ വ്യക്തിയും നിന്നെ ദ്വേഷിക്കും. ഇന്ന് എത്രയോ ആളുകൾ ഹാനികരമായിട്ട് ജീവിക്കുന്നുണ്ട്. കർത്താവ് എന്താണ് പറഞ്ഞത്? യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. അതായത് അതിനുവേണ്ടിയുള്ള ആഡംബരങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് നല്ല ഒരു ശരീരം നൽകിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കൂ. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരത്തെ അതാത് സമയങ്ങളിൽ കൊടുക്കുക. എന്ത് കിട്ടിയാലും അത് ഇഷ്ടമുള്ളതുപോലെ തിന്നുന്നു. ആഹാരത്തിൽ കൂടിയാണല്ലോ ഇന്ന് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. ആദിമ മനുഷ്യർ സസ്യാഹാരികളായിരുന്നു. ആദാമിനെ ഹൗവയും സൃഷ്ടിച്ച് ഫലങ്ങളും വൃക്ഷങ്ങളും ഉള്ളതായ തോട്ടത്തിലാക്കിയിട്ട് ഭക്ഷിക്കുവാൻ പറഞ്ഞു. നോഹയുടെ കാലത്ത് പ്രളയം വന്ന സമയത്ത് ലോകത്തിൽ മൂക്കിൽ ശ്വാസമുള്ള സകല ജന്തുക്കളും ചത്തുപോയപ്പോൾ, അപ്പോൾ വൃക്ഷങ്ങളും ഫലങ്ങളും ഇല്ലാതിരുന്നപ്പോൾ ഇതാ രക്തം ഒഴിവാക്കിയിട്ട് മാംസം കഴിക്കുന്നതിനു വേണ്ടി ദൈവം അനുവാദം കൊടുത്തു. ആ സാഹചര്യത്തിൽ ദൈവം രക്തം ഒഴിവാക്കിയിട്ട് മാംസം കഴിക്കാം എന്ന അനുവാദം കൊടുത്തു. ആ വാക്ക് എടുത്തുകൊണ്ട് ആ കാലം മുതൽ ഇന്നുവരെയും മനുഷ്യൻ മാംസാഹാരം കൂടുതൽ ഭക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. തങ്ങളുടെ ആയുസ്സും കുറയുന്നു. നീ അധ്വാനിച്ചിട്ട് വിയർപ്പൊഴുക്കി നിന്റെ ആഹാരം നേടുക എന്ന് കർത്താവ് പറയാനിടയായി. എന്നാൽ ഇന്ന് കഷ്ടപ്പെടാതെ ശീതീകരിച്ചതായ മുറികളിൽ ഈസി ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് പണം സമ്പാദിച്ചു കൂട്ടുന്നു, ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. മനുഷ്യൻ അധ്വാനശീലനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. നിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പൊഴുകുമ്പോൾ നിനക്ക് ആരോഗ്യമുണ്ടാകാനിടയാകും. ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം മാറാനിടയാകും. ദൈവത്തിന്റെ ഉദ്ദേശത്തെയും ദൈവത്തിന്റെ പദ്ധതിയെയും മാറ്റിക്കളഞ്ഞ മനുഷ്യൻ തന്നെത്താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ കസേരയിൽ ഇരുന്നിട്ട് അനാരോഗ്യമുള്ളവരായി മാറുന്നത് നാം കാണുന്നുണ്ടല്ലോ. മണിക്കൂറുകൾ സെൽഫോൺ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുൻപിൽ ഇരുന്നുകൊണ്ട് അതിൽ കാണുന്നതെല്ലാം തങ്ങളുടെ മനസ്സിൽ ഫീഡ് ചെയ്തുകൊണ്ട് തങ്ങളുടെ തലച്ചോറിനെ മരവിപ്പിക്കുന്നത് കൊണ്ട് ഡിപ്രഷന് ഇരയായിട്ട് മാറുന്നു. കൂടുതൽ ആളുകളും 3 മുതൽ 5 മണിക്കൂർ വരെ സെൽഫോണിൽ ഇരിക്കുന്നു എന്ന് ഇന്ന് കണ്ടുപിടിക്കുവാനിടയായി. നിങ്ങളുടെ സമയം എങ്ങനെയാണ് നീ വിനിയോഗിക്കുന്നത്? ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ജോലി ചെയ്യുക. നിന്റെ സ്വന്തം പണികൾ നീ തന്നെ ചെയ്യൂ. നീ ആരോഗ്യവാനായിരിക്കണമെങ്കിൽ സ്നേഹിക്കുക, ക്ഷമിക്കുക, എല്ലാ കാര്യങ്ങളിലും മിതമായിരിക്കൂ. ഇന്ന് അനേകം ആളുകളും ധൃതി കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടന്ന് ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത വ്യക്തികളായിട്ട് മാറുന്നു. അവരുടെ ജീവിതത്തിലെ ആരോഗ്യത്തെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കുക. സസ്യാഹാരികളായിരുന്ന ആദമിന്റെ വംശം
900 സംവത്സരം ജീവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മാംസഭോജികളായ ശേഷം മനുഷ്യന്റെ ആയുസ് 70 വയസ്സ് അധികമായാൽ 80 വയസ്സായിട്ട് മാറി. ഇന്ന് മനുഷ്യനുണ്ടായിരിക്കുന്നതായ ഉണർവും ശക്തിയും 40ലേക്കും 50ലേക്കും കുറഞ്ഞു പോകുന്നതായിട്ട് നാം കാണുന്നല്ലോ. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ജീവിതം എത്രയോ വിലയേറിയതാണ്. നിന്റെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന വിശ്രമം കൊടുക്കുക. നിന്റെ ശരീരത്തിന് ആവശ്യമായ ആഹാരം നീ ഭക്ഷിക്കൂ. നീ കഴിക്കുന്ന ആഹാരത്തിൽ തൃപ്തിപ്പെടുക. ഇന്ന് അനേകം ആളുകൾ ഈ ബൊഫേ സിസ്റ്റത്തിന് അടിമയായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ നിലത്ത് പായിൽ ചമ്മറം പടഞ്ഞിരുന്നിട്ട് സുഖമായിട്ടിരുന്ന് കഴിക്കുമായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ ധൃതി വെച്ച് നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാരിവലിച്ച് കഴിച്ചിട്ട് ഓടുന്ന മനുഷ്യരെ കാണുവാൻ കഴിയും. അവന്റെ ശരീരത്തിൽ ദഹിക്കുവാനുള്ള സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് പല രീതിയിലുള്ള അസിഡിറ്റി പ്രോബ്ലംസിനും പലവിധമായ ദഹനക്കേടിനും അസുഖത്തിനും ഇടയായിത്തീരുന്നു. ആയതിനാൽ നിന്റെ ശരീരത്തെ നീ സ്നേഹിക്കുക. ശരീരത്തിനാവശ്യമായ ആഹാരവും വിശ്രമവും കൊടുക്കൂ. ഒരുവൻ വയറു നിറച്ച് ഭക്ഷിച്ച് സുഖമായി കിടന്നുറങ്ങിയാൽ അതാണ് ദൈവത്തിന്റെ അനുഗ്രഹമെന്നാണ്. അനേകം ആളുകൾക്കും ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് വസ്തുവകകൾ, ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ട്. എന്നാൽ സുഖമായി കിടന്നുറങ്ങാൻ കഴിയില്ല, ആഹാരം കഴിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ ഈ ദിവസം മുതൽ കർത്താവിനെ സ്നേഹിക്കുക. നിന്നെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണെന്ന് വചനം പറയുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നമ്മെ അനുഗ്രഹിച്ചു. നാം ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മെ പരിപാലിക്കുന്നു. നമ്മുടെ കാലഗതികൾ അവന്റെ കൈകളിലാണ്. ഇത് വിശ്വസിക്കുക. നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന് വിശ്വസിക്കുക. അവനെ സ്നേഹിക്കുക. അവന്റെ വചനത്തെ അനുസരിച്ച് ദിനംതോറും അവനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കൂ. അതുപോലെ നിന്റെ അയൽക്കാരെ നീ സ്നേഹിക്കൂ. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ, മറ്റുള്ള ആളുകളോട് ദയ കാണിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിന്റെ ശരീരത്തിലുള്ളതായ കോശങ്ങൾ എങ്ങനെ ഉല്ലസിക്കുമെന്നറിയാമോ? എങ്ങനെ സന്തോഷിക്കുമെന്നറിയാമോ? നീ അറിയാതെ തന്നെ നിനക്ക് ആരോഗ്യമുണ്ടാകുന്നു. അപ്പോൾ നീ അറിയാതെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ വഴി സ്നേഹത്തിന്റെ വഴിയാണ്. മനുഷ്യൻ ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അതിനാവശ്യമായത് സ്നേഹമാണ്. ഭക്തനായ പൗലോസ് പറഞ്ഞു, ദൂതന്മാരുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചെന്നാലും മലകളെ തകർക്കുവാൻ കഴിയുന്ന വിശ്വാസം എനിക്കുണ്ടായാലും എന്റെ ശരീരത്തെ ഞാൻ തീയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ വ്യർത്ഥനാണെന്നാണ്. സ്നേഹമില്ലാത്ത ജീവിതം മരുഭൂ ജീവിതം പോലാണ്. സ്നേഹിക്കുവാൻ പഠിക്കുക, ക്ഷമിക്കുവാൻ പഠിക്കുക, സഹിക്കുവാൻ പഠിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിക്കൂ. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കൂ. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും. ദീർഘായുസ്സുള്ളവനായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്നതായ സകല വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സമാധാനമില്ലാത്ത സ്ഥിതിയിൽ, ആരോഗ്യമില്ലാത്തതായ സ്ഥിതിയിൽ, സംതൃപ്തിയില്ലാത്ത സ്ഥിതിയിൽ, നിരാശയിലും തകർച്ചയിലുമായിരിക്കുന്നതായ ആളുകളെ ഒരിക്കൽ കൂടി നീ ദർശിക്കുമാറാകണമേ. നീ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുന്നതിന് വേണ്ടി നീ എത്രമാത്രം അവരെ സ്നേഹിച്ച് ക്രൂശിൽ നിന്റെ രക്തം ഒഴുക്കുവാൻ തക്കവണ്ണം സ്നേഹിച്ചല്ലോ. അത് ഗ്രഹിക്കുവാൻ അവരുടെ ഹൃദയദൃഷ്ടിയെ തുറക്കണമേ. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവിനു വേണ്ടി എന്റെ ജീവിതം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് തീരുമാനിക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ സ്നേഹിക്കുവാൻ, ഓരോ ഭർത്താവും തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിന്, ഓരോ ഭാര്യയും തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഓരോ കുടുംബത്തിലും സ്നേഹവും സമാധാനവും ഉണ്ടാകുന്നതിന് നീ സഹായിക്കണമേ. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം സഹിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. മറ്റുള്ളവരോട് വിദ്വേഷം കാട്ടി ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ദോഷം ചെയ്യാതെ, മറ്റുള്ളവരോട് അസൂയ കാട്ടി ഞങ്ങളെ തന്നെ ഞങ്ങൾ നശിപ്പിച്ച് കളയാതെ, മറ്റുള്ളവരോട് ക്ഷമ കാണിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലും ക്ഷമ നേടുവാൻ കഴിയാത്തവരായി മാറാതെ, കർത്താവേ, ആ കാൽവരി ക്രൂശിലെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ച് ഞങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി കാക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഞങ്ങൾ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ മറ്റുള്ളവരോട് വിദ്വേഷം കട്ടി തങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന ആളുകളോട് നീ ക്ഷമിക്കുമാറാകണമേ. നിന്റെ അടിപ്പിണരാലുള്ളതായ സൗഖ്യത്തെ നൽകണമേ.
ആരാണോ രോഗം ബാധിച്ച കിടക്കയിൽ ആയിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്റെ സ്നേഹം കൊണ്ട് നീ നിറയ്ക്കുമാറാകണമേ. അപ്പോൾ സന്തോഷത്തോടെയുള്ള രക്തപ്രവാഹത്തിൽ അവരുടെ ശരീരത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കണമേ. ഞങ്ങളിൽ തന്നെ ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശക്തി ഉണ്ടെന്ന്, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. കേട്ടതായ സന്ദേശത്തെ മനസ്സിലാക്കിയെടുത്തോ? നിങ്ങൾ മറ്റുള്ളവരോട് വിദ്വേഷം കാണിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ളതായ കോശങ്ങൾ പരസ്പരം പോരാടുവാനിടയാകുന്നു. കാരണം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലെ കോശങ്ങളും നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളും ഒന്നു തന്നെയാകൊണ്ട് നിങ്ങൾ കോപം പ്രകടിപ്പിക്കുന്നതായ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളോട് തന്നെ പോരാടി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ അനാരോഗ്യമുണ്ടാകുന്നത്, രോഗങ്ങൾ ബാധിക്കുന്നതെന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കുവാനിടയായി. നിനക്കു നീ തന്നെ ദോഷം ചെയ്യരുത്. നിസ്വാർത്ഥമായ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം, ആ കാൽവരി സ്നേഹം, ആ യേശു കാണിച്ചു തന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വിവരങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കത്തോടെയായിരിക്കുന്നു. ഫോൺ ചെയ്യുക, SMS അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിലിൽ കൂടിയോ കത്തിൽ കൂടിയോ നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറയില്ല. നിങ്ങളും പ്രാർത്ഥിക്കണം, ഞങ്ങളും പ്രാർത്ഥിക്കാം. 2-3 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്യാനിടയാകും. കർത്താവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായങ്ങൾ ഓൺലൈനിൽ കൂടിയോ DDMOയിൽ കൂടി അയക്കുക. നിങ്ങൾ അയക്കുന്ന സഹായങ്ങൾ വിശ്വസ്തയോടെ അവന്റെ നാമത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു. അതിന്റെ പ്രതിഫലം നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓൺലൈനിൽ സഹായം അയക്കുമ്പോൾ ആ വിവരം ഞങ്ങളെ അറിയിക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് പ്രതികരിക്കാൻ ഞങ്ങൾക്കത് സഹായിക്കും. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ